കർണാടകയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് പോകാം. കർണാടകയിൽ പക്ഷിപ്പണി ഭീഷണി വലിയ പ്രതിസന്ധിയാവുന്നുണ്ട്. അവരെ 7500 കോഴികളെ ഇതിനോടകം ഈ ഭീഷണി മൂലം കൊന്നൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സർക്കാർ ഫാമിലെ 10 ജീവനക്കാർ ക്വാറന്റൈനിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുന്നു. സജു ചാമക്കാല ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, എത്രത്തോളം ആശങ്കാജനകമാണ് നിലവിൽ ഈ പക്ഷിപ്പണി ഭീഷണി? അമലിപ്പോൾ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ് കർണാടകയിൽ നിലവിലുള്ളത്. പ്രത്യേകിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കൊത്തരകട്ടയിലെ ഒരു ഫാമിലാണ് പക്ഷിപ്പനി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ 7500 കോഴികളെയാണ് ഇപ്പോൾ ഇവിടെ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബംഗളൂരുവിലേക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോഴികൾ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഉടൻ തന്നെ ആശുപത്രിയെ സമീപിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഈ ഫാമിൽ ഉണ്ടായിരുന്ന 10 ജീവനക്കാരെ ഇപ്പോൾ ക്വാറന്റൈനിൽ വിട്ടിരിക്കുകയാണ്. പക്ഷിപ്പനി വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാർ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതോടൊപ്പം തന്നെ പരിശോധനകൾ നടത്തി വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹൊസരഘട്ടയിലെ 10 ജീവനക്കാരെ ഇപ്പോൾ ഇന്നലെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ക്വാറന്റൈനിൽ വിട്ടു എന്നുള്ളതാണ്. മറ്റു സ്ഥലങ്ങളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അമൽ, ശരി, സജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.